ഇത് മാസ്റ്റർ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒന്ന് എൻജിൻ ഓയിൽ മാറ്റേണ്ടത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ വഴി പെട്രോൾ ഓവർഫ്ലോ പെട്രോളിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ വരുന്നുണ്ട്. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈറ്റ് തെളിയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞേക്കണത് ജസ്റ്റ്. പിന്നെ മൈലേജ് ചെക്കപ്പിൻ്റെ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ അയച്ചു വിട്ടിട്ടുണ്ട് ഓയിൽ മാറ്റാനായിട്ട്. നമുക്ക് ഓയിൽ ചേഞ്ച് വരാം. ഓരോ 3000 കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് ഓയിൽ ചേഞ്ച് വരാം. അപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ തീരെ മോശം അവസ്ഥയിലൊന്നും നല്ല ഓടിയാണ്. ഓയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓയിലാണ്. ടൈമിങ്ങിൽ തന്നെയാണ് നമ്മൾ ഓയിൽ മാറ്റണത് എന്തായാലും കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പെട്രോൾ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ എഡ്ജ് മോഡലിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാർബറേറ്റർ പരമാവധി നമ്മളിത് വലിയ പ്രോബ്ലം ഇല്ലെങ്കിൽ അഴിക്കാണ്ടാണ് സാധാരണ കൊണ്ടുനടക്കാറ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ അഴിച്ചാലും ഇത് കംപ്ലയിൻറ്റ് വരുന്ന പെട്രോൾ ഓവർഫ്ലോ കൂടുതലായിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയുള്ള സംഭവമാണിത്. കാരണം ഓൾറെഡി കാർബറേറ്റർ ഇതിൻ്റെ ഈ മോഡലിൽ എന്താ വെച്ചാൽ നമുക്ക് പരമാവധി ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും മാക്സിമം ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യാവുന്നൊരു സിറ്റുവേഷനാണ് ഇത് ഈ മോഡലിൽ കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില കേസിൽ ഇങ്ങനെ അഴിച്ച് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ കംപ്ലയിൻ്റ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി അഴിക്കാത്ത കണ്ടീഷനിൽ കൊണ്ടുനടക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. എന്തെങ്കിലും അഴിക്കാണ്ട് മാർഗ്ഗമില്ല. എന്തെങ്കിലും നമ്മൾ അഴിച്ചു ക്ലീൻ ചെയ്യാനുണ്ട്. ഈ സ്ലോജറ്റൊക്കെ ആയാലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. നമ്മളപ്പോൾ അതൊക്കെ ഒന്ന് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. മെയിൻ ജെറ്റിനൊന്നും വേറെ കുഴപ്പമില്ല. അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഓവർഫ്ലോ ആണുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉള്ളതിനേക്കാളും കൂടുതലായിട്ടൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കാർബറേറ്റർ മാറ്റി വയ്ക്കുക എന്നുള്ളത് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ പുറമേ നിന്ന് നമ്മളെയും കൊണ്ട് മെക്കാനിക്കൽ പരമായിട്ട് നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ആ രീതിയിൽ റീസെറ്റ് ആക്കാം. പിന്നെ ബാക്കിലത്തേക്കുള്ള ആ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. ഇവിടെ നമുക്ക് ഇതിൻ്റെ കോൺടാക്റ്റ് ഒന്ന് ലൂസ് കോൺടാക്റ്റ് കാണിച്ചായിരുന്നു. അങ്ങടേക്കുള്ള ലൈനിൻ്റെ അവിടെ ലൂസ് കോൺടാക്റ്റ് കാണിച്ചിട്ട് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അത് ഈ ബ്രേക്ക് സ്വിച്ച് ചെയ്യണം. അത് കൂട്ടത്തിൽ അയച്ചും മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ട്യൂണിങ്ങൊക്കെ കറക്റ്റാക്കി ഇടാം. അതിന് ശേഷം മൈലേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളൂ കേട്ടോ.